അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ്. ലെറ്റ്സ് വെൽക്കം പൂജ ആൻഡ് അമൽ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾസ് ആണ് നിങ്ങൾ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. മാരേജ് ലൈഫ് എങ്ങനെയുണ്ട്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു 5 വയസ്സ് 6 വയസ്സ് വ്യത്യാസം ഏജ് വ്യത്യാസമുള്ളത്. അപ്പൊ എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാർ. വിചാരിച്ചൊരു മാരേജ് ലൈഫാണോ ഇപ്പൊ കിട്ടുന്നത്? നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഓക്കെ, മനസ്സിലായി. പിന്നെ +1 റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും പറയുന്നത് +1 റിസൾട്ട് വന്നെങ്കിൽ അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല, എത്രയാണ് മാർക്ക്, എത്ര A+ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉത്തരം പറ. കള്ളം പറയാനല്ല, എല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. A+ എനിക്ക് ഒരു A+ ഉള്ളൂ, ബാക്കിയെല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. എങ്ങനെ? കള്ളം പറയാനല്ല, എല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. A+ എനിക്ക് ഒരു A+ ഉള്ളൂ, ബാക്കിയെല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. അതൊരു ഭയങ്കര വെടിയാണ്. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആണ്. സ്വാഭാവികം. ലൈഫ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, എന്തിനാ ഇങ്ങനെ ചെയ്ത്. ആ അച്ഛനും അമ്മയും നിങ്ങൾ ഹാപ്പിയാന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെ കാണില്ല. പൂജയുടെ പാരന്റ്സിന്റെ കാര്യവും പറയുന്നത്, പൂജ ഫാമിലിനെ വിട്ടുവന്നത് വലിയൊരു തെറ്റാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സ്വന്തം അച്ഛനും അമ്മേനും വിട്ട് കളഞ്ഞിട്ട് ഇപ്പൊ പോയത് പിന്നെ ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി, അമ്മേനെയും അച്ഛനും വിട്ട് കളഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് പോയി. അപ്പോ ഇത് നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലേ എന്ന രീതിയിലാണ് പറയുന്ന ആൾക്കാർ മൊത്തം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അപ്പോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന അവർക്കൊരു ഇൻഫ്ലുവൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്ത് ഇൻഫ്ലുവൻസ്? അത് അവരെങ്ങനെ കാണുന്നേ ഉള്ളു, അത് അവരെങ്ങനെ എടുക്കും അതേ ഉള്ളു. അല്ലാതെ ഇനി ഞങ്ങളായിട്ടൊന്നും പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ ഒറ്റയ്ക്കുള്ള കാണാൻ ഇവളോട് ഉണ്ടായില്ലേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇടാം, നോക്കാം, ഒറ്റയ്ക്ക് ഒരു വ്ലോഗ് നോക്കാം. അല്ല, അമ്മലിനെ എല്ലാവർക്കും അറിയാലോ. പിന്നെ അറിയാമെങ്കിൽ ഇവളൂടെ ഉള്ളപ്പോ അല്ലേ കാണാൻ ഒരു ഇത് കാണത്തില്ല, അല്ലെങ്കിൽ റീച്ച് വ്യൂസ് കിട്ടത്തില്ല. ഇത്ര എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്ക്. ഇപ്പൊ പുതിയ അച്ഛനും അമ്മേനും ചേട്ടനൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങളെല്ലാം ഒരേ വൈബാ. ഏതാ മൂട്? നല്ല ചിൽ മൂട്. പരമനാറി പട്ടി കഴിവരടാ മോളെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.